നമസ്കാരം. പുതിയ മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചതോടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് മൻമോഹൻ ബംഗ്ലാവ്. ഏത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലും ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് മന്ത്രി വസതികളിൽ ഭാഗ്യക്കേടിന് കുപ്രസിദ്ധി ചാർത്തി കിട്ടിയ മൻമോഹൻ ബംഗ്ലാവ് ഇത്തവണ ആരേറ്റെടുക്കും. ഇവിടെ താമസിക്കുന്ന മന്ത്രിമാർക്ക് കാലാവധി തികയ്ക്കാനാവില്ലെന്നാണ് ഒരു അന്ധവിശ്വാസം. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ഈ വമ്പൻ മന്ത്രിമന്ദിരത്തിന്റെ പടിയിറങ്ങിയ പല മന്ത്രിമാരുടെയും രാഷ്ട്രീയ ചരിത്രം വിവാദങ്ങളും തകർച്ചകളും നിറഞ്ഞതായതുകൊണ്ട് തന്നെ പല മുതിർന്ന നേതാക്കളും ഇവിടേക്ക് മാറാൻ ഭയപ്പെടുന്നുണ്ട്. അതേസമയം ഇവിടെ താമസിച്ച കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിമാർ പലരുണ്ട്. എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ ആ കരിനിഴലിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബേബി മന്ത്രിയായ അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് മൻമോഹൻ ബംഗ്ലാവ് തന്റെ ഔദ്യോഗിക വസതിയായി ധൈര്യപൂർവ്വം തെരഞ്ഞെടുത്തിരിക്കുക. ഇവിടെ താമസിക്കാൻ ഭയമില്ലെന്നാണ് ജനീഷ് പറയുന്നത്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് മൻമോഹൻ ബംഗ്ലാവ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ നിർമ്മിച്ചത്. തിരുവിതാംകൂർ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന P.S. നടരാജപിള്ളയാണ് ആദ്യമായി ഇവിടെ താമസിച്ചത്. ആഡംബരമൊന്നും വേണ്ടെന്ന് വെച്ച നടരാജൻപിള്ള പിന്നീട് അവിടുന്ന് താമസം മാറ്റി. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന A.J. ജോൺ പിന്നീട് താമസിച്ചെങ്കിലും വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി. ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ K. കരുണാകരൻ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. എന്നാൽ ചുമതലയേറ്റ് ഒരു മാസത്തിനകം അന്ന് രാജൻ കൊലക്കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച R. ബാലകൃഷ്ണപിള്ള പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. കരുണാകരൻ മന്ത്രിസഭയിൽ ശനിയുടെ അപകാരം മാറ്റാൻ ബംഗ്ലാവിൽ വാസ്തുപൂജ ഉൾപ്പെടെ ബാലകൃഷ്ണപിള്ള നടത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് മന്ത്രിമന്ദിരത്തിൽ നവീകരണത്തിൽ ധൂർത്തെന്ന പേരിൽ താമസം മാറ്റേണ്ടി വന്നു. T.U. കുരുവിള ഇവിടെ താമസിച്ച വേളയിലാണ് രാജകുമാരി ഭൂമി ഇടപാടിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. പിന്നീട് താമസമാക്കിയ മോൻസ് ജോസഫിനും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ P.J. ജോസഫ് തിരിച്ചു വന്നതോടെയാണ് മോൻസിന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മുന്നണി മാറിയതോടെ ജോസഫിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിമാർ നിരവധിയാണ്. അച്യുത മേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ, ഉമ്മൻചാണ്ടി സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ്, ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആന്റണി രാജു, അദ്ദേഹം 2.5 വർഷം കാലാവധിയാണ് പറഞ്ഞിരുന്നത്. ആ കാലാവധി പൂർത്തീകരിച്ചാണ് താമസം മാറ്റിയത്. പിന്നെ വന്ന സജി ചെറിയാൻ മന്ത്രിസഭയിലേക്കുള്ള രണ്ടാം വരവിൽ അനുവദിച്ചതും മൻമോഹൻ ബംഗ്ലാവാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാഷ്ട്രീയ വീഴ്ചയും അച്ചടക്ക ലംഘനങ്ങളുമാണ് ഒ.ജെ. ജനീഷ് എന്ന സാധാരണക്കാരനെ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഈ നിർണായക പദവിയിലേക്ക് എത്തിച്ചത്. രാഹുലിന്റെ രാജിക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടാണ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയത്. ഈ പദവിയുടെ കാര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഉരുക്കുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ ജനീഷ് കന്നി അംഗത്തിനിറങ്ങിയത്. ആരും ജയസാധ്യത കൽപ്പിക്കാതിരുന്ന മണ്ഡലത്തിൽ CPIയുടെ ശക്തനായ സിറ്റിംഗ് MLA VR സുനിൽകുമാറിനെ 8308 വോട്ടുകൾക്ക് അട്ടിമറിച്ചാണ് ജനീഷ് നിയമസഭയിലേക്കും അവിടെ നിന്ന് മന്ത്രിസഭയിലേക്കും നടന്നു കയറിയത്. കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായ കുതിച്ചുചാട്ടമാണത്. ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ ജനീഷിന് തുണയായത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല, മണ്ഡലത്തിലെ ശക്തമായ വിശ്വാസ ഘടകം കൂടിയാണ്. ശബരിമല വിഷയത്തിലടക്കം കഴിഞ്ഞ കാലങ്ങളിൽ CPM കാണിച്ച കടുംപിടുത്തങ്ങൾ അത് മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരായ അമ്മമാരെയും വിശ്വാസികളെയും ഒക്കെ വേദനിപ്പിച്ചിരുന്നു. ഇടത് ക്യാമ്പിലെ കടുത്ത വിശ്വാസികൾ പോലും പാർട്ടിയുടെ ഈ നിലപാടുകളോട് വിയോജിച്ച് യുവ നേതാവായ ജനീഷിൽ വിശ്വാസമർപ്പിച്ച് വോട്ടുകൾ കൊടുത്തു. കൊടുങ്ങല്ലൂർ എന്ന പുണ്യക്ഷേത്രത്തിന്റെ മണ്ണിൽ വിശ്വാസികളുടെ വോട്ട് കൂടി നേടിയാണ് ജനീഷ് ഈ അത്ഭുത വിജയം സ്വന്തമാക്കിയത്.